പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി. നമ്മളെ ഒക്ടോബർ 2 ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നിന ഹോട്ടലാണിത് ഡൽഹിയിൽ. നമ്മളെ മുത്തുമണി ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളെ വാഷ്റൂം കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഡൽഹിയിൽ വലിയ സെറ്റപ്പ് ഒന്നല്ല, പക്ഷെ ഒരു ആവറേജ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഒരു റൂം. ഇത് ഡബിൾ സൈസിലുള്ള റൂമാണ്. വലിയ ഫാമിലി ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ റൂമുകൾ ഉണ്ടാവുക കേട്ടോ. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങണം പോലെ എന്നാ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത റൂം. സ്റ്റോറി ഇങ്ങനെ ക്ലീനിങ്ങിലാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റിസപ്ഷൻ. ഓക്കെ, നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെ മഴ വരുന്ന സമയത്ത് ഡൽഹിയിൽ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന ഏരിയകളാണ്. അല്ലെന്തില്ല റാത്താണ്. ഇതാണ് നമ്മളെ മറ്റുള്ള റൂമുകൾ. ഓക്കെ, നമ്മളിപ്പോൾ പോണത് ലോട്ടസ് ടെമ്പിളിൽ. ശരിക്കും ലോട്ടസ് വിചാരിക്കുമ്പോഴല്ല വിചാരിക്കാരോ, അതിന് വേറെ അന്യമതസ്ഥരാണെന്ന് വിചാരിക്കാം. അന്യമതസ്ഥരനെയാണ്. അത് ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ ക്രിസ്ത്യൻ്റെയോ ജൈനമാരതോ അല്ല. അത് ബഹായി ഒരു മതവിശ്വാസം ഉണ്ട്. ബഹായി മതവിശ്വാസം. ആ ടെമ്പിൾ ബഹായി ടെമ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, ലോട്ടസ് ടെമ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ കൂടുതലും ലോട്ടസ് ടെമ്പിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഓക്കെ, ബഹാവുള്ള എന്ന ആളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇറാനികാരനാണ്. ഓക്കെ, അപ്പോ ബഹാവുള്ള തുടങ്ങിയതാണ് എന്ത് ഈ ബഹായി മതവിശ്വാസം. അങ്ങനെ 1050 വർഷത്തിനുള്ളിലാണ് ആ സ്ഥലം കംപ്ലീറ്റ് ആ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന്റെ ആർക്കിടെക്ചർ ബ്യൂട്ടി ഉണ്ട്. അതായത് താമര ഇങ്ങനെ നിൽക്കുന്ന രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അതിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ആ ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക്. അതിന്റെ ആർക്കിടെക്റ്റാണ് ഫാരിബോസ് പറഞ്ഞൊരു ഇറാനുകാരനാണ് അതിന്റെ ആർക്കിടെക്ട്. പിന്നെ നമ്മൾ നാളെ പോകുന്ന സ്ഥലങ്ങളാണ് സഫ്ദർജംഗ് ടോംബ്. അതായത് ഇന്ത്യയിലെ വളരെ എണ്ണപ്പെട്ട പറയാൻ പറ്റില്ല, ആകെ ഒരേ ഒരു പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ശവകുടീരം മാത്രമേ ഉള്ളൂ. അത് നമ്മളീ പോണ സഫ്ദർജംഗ് ആളുടെ ശവകുടീരമാണ്. പിന്നെ നമ്മൾ പോകും ഹ്യൂമയോൺസ് ടോംബ്, ഹ്യൂമയോണിന്റെ ശവകുടീരം. ഞാൻ അന്നേരം പറഞ്ഞില്ലേ, ബാബർ, അക്ബർ, ഹ്യൂമയോൺ, ജഹാംഗീർ, ഔറംഗസീബ് ഒക്കെ. അതിലെ ഹ്യൂമയോൺ ചക്രവർത്തിയുടെ ശവകുടീരാണ് നമ്മൾ നാളെ കാണാൻ പോകുന്ന ഹ്യൂമയോൺസ് ടോംബ്. ഈ ഹ്യൂമയോൺസ് ടോംബും സഫ്ദർജംഗ് ടോംബും ഒക്കെ 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ഇവിടുന്ന് പാലായനം ചെയ്യുന്ന ആളുകൾക്ക് അഭയാർത്ഥി ക്യാമ്പൊക്കെ ആയിട്ട് അന്ന് കൊടുത്തിരുന്നു. നെഹ്റു തുറന്നു കൊടുത്തിരുന്നൊക്കെ വായനകളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഹ്യൂമയോൺസ് ടോംബും അതേപോലെ തന്നെ താജ്മഹലും ഭയങ്കര എന്താ പറയുക, താജ്മഹൽ വാഴ്ത്തപ്പെടുന്ന അതേപോലെ ചരിത്രം എടുത്തു പറയേണ്ട സാധനമാണ് ഹ്യൂമയോൺസ് ടോംബ്. താജ്മഹൽ എന്താണ്, മുംതാസിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ പണിയെടുപ്പിച്ച സ്നേഹ സമ്മാൻ മെമ്മറി അല്ലേ. എന്നതുപോലെ ഹ്യൂമയോൺ ചക്രവർത്തിയുടെ 3ാമത്തെ ഭാര്യയായിരുന്ന, അതായത് വിധവയായിരുന്നു ഹമേദ ബാനു ബീഗം. ആ ഹമേദ ബാനു അന്ന് ഭരണത്തിലായ സമയത്ത് 36 ദിവസം ഇയാൾ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ശവകുടീരാണ് ഹ്യൂമയോൺസ് ടോംബ്. ഇതിൻ്റെ ഒക്കെ രൂപങ്ങളെ ഇപ്പോൾ താജ്മഹൽ ആവട്ടെ, ഹ്യൂമയോൺസ് ടോംബ് ആവട്ടെ, സഫ്ദർജംഗ് ടോംബ് ആവട്ടെ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ കേൾക്കട്ടെ വേക്കലി, ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒക്കെ ഒരു ഒക്ടഗൺ ശൈലിയിലാണ്, ചതുരാവില്ല. അതായത് നമ്മുടെ 2 രൂപന്റെ പഴയ 2 രൂപന്റെ ഇതില്ലേ, ഇന്നലെ നമ്മുടെ താജ്മഹൽ ഉണ്ടല്ലേ, ശരിക്കും നോക്കുമ്പോൾ 4ആണ്. അതെ, അതായത് ഒരു ഒക്ടഗൺ രീതിയിലുണ്ടാവാം. അതിന് പറയുന്ന പേരാണ് ഹസ്റ്റ് ബഹിഷ്ട് മാതൃക എന്ന് പറയും. ഓക്കെ, അതിനെ കുറിച്ച് കുറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഓരോ കളറൊക്കെ, ഈ നീല കളറൊക്കെ കൊത്തുപണികളിൽ കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര റോയൽറ്റിയെ സൂചിപ്പിക്കുന്ന കുറെ സാധനങ്ങളാണ്. ബാക്കിയൊക്കെ അവിടെ എത്തുമ്പോലും തരും. വണ്ടി നമ്മളടുത്തുണ്ട്, സ്ഥലങ്ങളും അവിടെ ഉണ്ട്. ഇതൊക്കെ
സമയത്തിനുള്ളിൽ നമുക്ക് തരണം. അപ്പോൾ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഓരോ സ്ഥലത്ത് എന്ത് ചെയ്യാം, എൻ്റെ കാരണം കൊണ്ട് ഒരിക്കലും നേരം വൈകരുത് എന്നുള്ളത് എന്ത് ചെയ്യാം, ഞാൻ ശബ്ദം ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോടും പറയാം. ഉണ്ടെന്നുണ്ടെങ്കിലും ഒരാളെ കൊണ്ട് അപ്പൊ നമ്മൾ നേരെ ലോട്ടസ് ടെമ്പിളിലേക്കാണ് പോകുന്നത്. അവിടെ എല്ലാരും ചിരിക്കോ? ഓയ് എല്ലാരും അസ്സലാമലൈക്കും. ഞാൻ കാസർഗോഡ് നീലേശ്വരം. കാസർഗോഡ് ഭാഷയിൽ പറയടാ. ആയിക്കോട്ടെ പറഞ്ഞേക്കാം. കാസർഗോഡ് നീലേശ്വരം. നീലേശ്വരം കടിഞ്ഞമൂല എന്ന് പറയും. ആ പിന്നെ എന്താ പറയേണ്ടത്? ഞാൻ ഗൾഫിലായിരുന്നു. 32 വർഷം കുവൈത്തിലായിരുന്നു. ഇപ്പോൾ റിട്ടയർ ആയിട്ട് വന്നു. ഇപ്പൊ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്. എത്ര രാജ്യങ്ങൾ പോയി കൂടി പറഞ്ഞു? ഏകദേശം സ്ഥലത്ത് പോയി. ഫ്രാൻസിൽ പോയി, സ്വിറ്റ്സർലാൻഡിൽ പോയി, ജർമ്മനി പോയി, നെതർലാൻഡിൽ പോയി, പിന്നെ തുർക്കി പോയി, അസർബൈജാൻ പോയി, നേപ്പാൾ പോയി. എന്നിപ്പോ ഇവിടത്തേക്ക് ഡൽഹിയിൽ വന്നിരുന്നു. താജ്മഹൽ കണ്ടിരുന്നു. പക്ഷെ ഡൽഹി കണ്ടിരുന്നില്ല, കാശ്മീരും കണ്ടിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നിങ്ങൾ ഏറ്റെടുത്തു. ഓക്കെ, ആ ഇൻഷാ അല്ലാഹ്. അതെ, തായ്ലൻഡ്, മലേഷ്യ. അതെ, അല്ല ഞാൻ പോണ്ട്, ഞാൻ കൊണ്ടുപോണ്ട്. അടുത്ത് അവിടെ മുനിറത്താ പരിചയപ്പെടി എന്താളും. അബൂബക്കർ ആനക്കയം, സൗദിയിൽ വർക്ക് ചെയ്യണ, മക്കയാണ്. പറയുന്ന മക്കയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. നമ്പർ വേണം, ഞാൻ പിന്നെ തരണ്ടല്ലോ. പിന്നെ തരണ്ട് അല്ല, എല്ലാവർക്കും കൊടുക്കാം, വിളിച്ച് പറയുന്നുണ്ട്. അടുത്ത് ഞാൻ അബ്ദുൽ വാഹിദ്, ജുമൈല വൈഫ്. ഞങ്ങൾ കോഴിക്കോടാണ്. കോഴിക്കോട് മീൻസ് ലുലുവിൻ്റെ ഒക്കെ ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. മാഷാ അല്ലാഹ് നല്ല ഒരു വൈദ്യുതിന്റെ ആദ്യത്തെ ഒരു ട്രിപ്പാണ്. നല്ല സൂപ്പറായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രസകരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുഴപ്പമില്ല. ഓക്കെ എന്നാൽ ഓക്കെ. കോഴിക്കോട് സിറ്റി ഞാൻ വർക്ക് ചെയ്യണ ജില്ല. വൈഫില്ല, ഷാജി, ഇത് വൈഫ് സിജി. ഞാൻ KSEB വർക്ക് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിൽ. ഞങ്ങള് ഷെഫീഖിനെ കുറിച്ചാ പറയാം. ഷെഫീഖിനെ ഞങ്ങൾക്ക് ഒരുപാട് കാലങ്ങളായി എന്തോ പരിചയമുള്ള പോലെ ഇപ്പൊ തോന്നുന്നു. അത് കൂടിയോ? കൂടി അത് കൂടിപ്പോയോ? എല്ലാം ഒന്ന് ഏറെ കിടന്നോട്ടെന്ന്. പിന്നെ ഫാമിലി ഞങ്ങള് 35 വർഷമായിട്ട് ഗൾഫിലാണ്. സെറ്റിൽഡാ? ഇപ്പൊ ഇവിടെ ഉണ്ട്, ടീമിൽ വന്നതാണ്. അപ്പം ഈ ഒരു ടീമിനോട് കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. അപ്പൊ മോളും വന്ന നാട്ടിൽ നിന്ന്. പേര് പറഞ്ഞാളി. എന്റെ പേര് അലാന. ഞാനിപ്പോ MBBS സെക്കൻഡ് ഇയർ കോഴിക്കോട് പഠിക്കുകയാണ്. സെക്കൻഡ് ഇയർ. ജീജ, അദ്ദേഹത്തിന്റെ വൈഫാണ്. ഓട്ടോ എടുക്കാണ്ട് നേരെ റൂമിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ ലോട്ടസ് ടെമ്പിളിലെത്തി. എല്ലാവരും ലോട്ടസ് ടെമ്പിൾ കാണാൻ പോയി. എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകാണ്ട്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. നാളെ നമ്മൾ ഇവിടുന്ന് കാശ്മീരിലേക്ക് പോകും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ റൂമിലെത്തി. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ആകെ വിശന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് ചിക്കൻ കറിയാണ്. പക്ഷെ എനിക്ക് അറിയില്ല അതിലുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആകെ കേടുമ്പോൾ വിശന്ന് പട്ടിയായിട്ടിരിക്കുന്നു ട്രെയിനിൽ. പക്ഷെ ഇതിൻ്റെ ഫീലിംഗ് പറഞ്ഞാൽ മനസ്സിലാവില്ല. നല്ല സ്മെല്ലുണ്ട്, പക്ഷെ ചെറിയൊരു പുളിയുണ്ട് ഇപ്പോൾ. ഇതാണ് അവസ്ഥ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.